നമസ്കാരം. മായി വേൾഡിലേക്കും ഇന്നത്തെ ടാരോ ട്രേഡിങ്ങിലേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. അപ്പോൾ ഞാനിന്ന് നോക്കാൻ പോകുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിംഗ് ആണ്, അവരുടെ മനസ്സിലുള്ളൊരു ഫീലിംഗ് ആണ്, ഒരു എനർജിയാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പം ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ മുതൽ കണ്ടു തുടങ്ങുന്നോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി, അതല്ലെങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ഒന്നും നമ്മളിലേക്ക് വലിച്ചടുപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് ഇത് മാച്ച് ആവുകയാണെങ്കിൽ തീർച്ചയായും യൂണിവേഴ്സിനോട് ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയാവുന്നതാണ്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലിരുന്ന് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ ആലോചിച്ച് വേണം, വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി വിശ്വാസത്തോടു കൂടി ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ. അപ്പോൾ എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഹൈപ്പും തരാനും മറക്കരുത്. ചാനലിൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാം. വളരെ പോസിറ്റീവോടുകൂടി വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലൂടെ ഇരുന്ന് വേണം റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് കാർഡ്സ് എടുക്കാം. പ്ലീസ് ഹെൽപ്പ് മീ ഏഞ്ചൽസ്, പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. ഏസ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് ഈസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ. താങ്ക് ഗോഡ്. അപ്പോൾ നമുക്ക് അടുത്ത കാർഡ് എടുക്കാം. പേജ് ഓഫ് സോൾസ്. താങ്ക് യു യൂണിവേഴ്സ്. വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. അടുത്ത കാർഡ് നോക്കാം. ദ എംബറസ് കാർഡാണ്. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. എനിക്കിന്ന് കിട്ടുന്നതെല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ഏസ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്. അടുത്ത കാർഡ്സ് നോക്കാം. ദ സൺ കാർഡാണ്. താങ്ക് യു യൂണിവേഴ്സ്. ദ സൺ കാർഡ്, പുതിയ തുടക്കം. 8 ഓഫ് കപ്സ് ആണ് വന്നേക്കുന്നത് അടുത്ത കാർഡ്സ് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് സോൾസ് ആണ് വന്നേക്കുന്നത്. അടുത്ത കാർഡ്സ് നമുക്ക് എടുത്ത് നോക്കാം. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അടുത്തത് 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള കുറേ കാർഡ്സാണ് എനിക്കിന്ന് കിട്ടുന്നത്. ദ ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. മേജർ ആർക്കാന കാർഡാണ്. 10 ഓഫ് പെൻറ്റിക്കിൾസ്. താങ്ക് യു യൂണിവേഴ്സ്. 10 ഓഫ് പെൻറ്റിക്കിൾസ്, ഒരു സഫലീകരണം. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൈൻഡാണ്, ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. ടെമ്പറൻസ് കാർഡ്, ഒരുപാട് പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമായിട്ടായിരിക്കാം ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. 5 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അടുത്ത കാർഡ്സ് നമുക്ക് നോക്കാം. ദ സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇന്നെനിക്ക് കിട്ടിയ കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ എനിക്കിവിടെ നിങ്ങളുടെ ഒരു പേഴ്സൻ്റെ ഒരു കറണ്ട് ഫീലിംഗ് ആയിട്ട് എനിക്ക് കിട്ടിയത് ഏസ് ഓഫ് കപ്സ് ആണ്. ഫസ്റ്റ് എനിക്ക് അവരുടെ ഒരു കറണ്ട് എനർജി ആയിട്ട് എനിക്കിവിടെ കിട്ടിയേക്കുന്നത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് കിട്ടിയത്. ഒരു നല്ലൊരു തിരിച്ചറിവ് വന്നു, എല്ലാത്തിൽ നിന്നും ഒരു റിക്കവർ ഉണ്ടായിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പം ഒരു സ്പിരിച്വലി ഒരു കണക്റ്റഡ് ആവുന്നുള്ള ഒരു റീയൂണിയൻ ഒക്കെ ചേർന്ന ഒരു കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജുമാണ് ഇന്നെനിക്ക് കാണാൻ കഴിയുന്നത്. ഉറച്ചൊരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. പേജ് ഓഫ് സോൾസ്, ഉറച്ച തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. അവർക്ക് അത് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളിലോട്ടാണ്. ദ എംബറസ് കാർഡാണ്. ഒരു സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും മാതൃത്വത്തിൻ്റെയും ഒക്കെ ഒരു
ചേർന്ന ഒരു കാർഡാണ് ഇത് എംബറസ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായും നിങ്ങളെ ഇപ്പോൾ അവർ ഒരു നല്ല മൂല്യത്തോടെയാണ് അവർ നോക്കിക്കാണുന്നത്. നിങ്ങളുടെ മൂല്യം എന്താണെന്ന് മനസ്സിലാക്കി നിൽക്കുന്ന ഒരു സാഹചര്യം, അതാണ് ഇപ്പോൾ അവരിൽ എനിക്ക് കാണാൻ കഴിയുന്നത്. അത് ഒരു തീർച്ചയായും ഒരു ലക്ഷ്യസ്ഥാനം കാണും എന്നുള്ളതാണ്. ഏസ് ഓഫ് സോൾസ് ആണ് എനിക്കിവിടെ കിട്ടുന്ന എനർജി എന്ന് പറയുമ്പോൾ. അതൊരു ലക്ഷ്യസ്ഥാനം കാണാൻ പോകുന്നു. അവർക്ക് ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പുതിയൊരു തുടക്കം അവർ മനസ്സുകൊണ്ട് ഒരുപാട് കൊതിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ദ സൺ കാർഡാണ് എനിക്ക് കിട്ടുന്നത്. ഏസ് ഓഫ് സോൾസ് എല്ലാം ഒരു വളരെ പോസിറ്റീവോടുകൂടി ഒരു ഒത്തുചേരലിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എനിക്കിന്നിവിടെ നോക്കിയപ്പം ആ ഒരു എനർജിയിൽ എനിക്ക് കിട്ടുന്നത്. പുതിയൊരു തുടക്കം അവർ ഒത്തിരി ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട്. ഇപ്പോഴത്തെ ഒരു നിരാശയിൽ നിന്ന് 8 ഓഫ് കപ്സ് അവരിറങ്ങി നടക്കാനായിട്ടാണ് തിരിച്ച് കയറുന്ന ഒരു സാഹചര്യമാണ്. ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കഴിഞ്ഞു ഇതിനോടകം. അപ്പം ആ ഒരു കാർഡ്സിൽ അതാണ്. അപ്പം അതിൽ നിന്നെല്ലാം ഒരു മുക്തിയാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നതും അവർ തിരിച്ച് കടക്കാനായിട്ട് ശ്രമിക്കുന്നതും. പക്ഷേ എന്തൊക്കെയോ ചില തടസ്സങ്ങളും കാര്യങ്ങളും അതിനകത്തും കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ചിലപ്പോൾ അവർ ഇപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു തടസ്സങ്ങൾ നേരിടാം. അപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഓടി ഒളിക്കാനാണ്, എത്രയും വേഗം ഓടി ഒളിക്കാനാണ് ആഗ്രഹിക്കുന്നത് കിങ് ഓഫ് സോൾസ് പറയുന്നത്. അപ്പം ഒരു നിരാശയും ഒറ്റപ്പെടലിലും അവരിപ്പം കാണുന്നുണ്ട്. 5 ഓഫ് കപ്സ് ഞാൻ പറഞ്ഞല്ലോ, എന്തൊക്കെയോ ചില തടസ്സങ്ങൾ അവരാലോചിക്കുന്നുണ്ട്, ഒറ്റപ്പെട്ടിരുന്ന് ആലോചിക്കുന്നുണ്ട്. അവർ ചിന്തിക്കുന്നത് ഒരു എത്രത്തോളം നല്ല നല്ല നിമിഷങ്ങളാണ് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അവരായിട്ട് ചെയ്തു കൂട്ടിയത് കൊണ്ടായിരിക്കാം, അവർ മുഖാന്തരമുള്ള നഷ്ടങ്ങൾ കൊണ്ടാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായതെന്നുള്ളൊരു മാനസിക വിഷമവും അവരിലുണ്ട്. തീർച്ചയായും ഈ ഒരു കാർഡ്സ് എല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ തീർച്ചയായും അതിവേഗത്തിൽ തന്നെ ഒരു റീയൂണിയൻ നിങ്ങളോട് അടുത്തെത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചോ അതിലേക്കാട്ടിയും ഇരട്ടി സ്പീഡിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരു ന്യൂ ബിഗിനിങ്, ഇത് ഫുൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു മേജർ ആർക്കാന കാർഡാണ്. എല്ലാം കൂടുതലും ഒരു മേജർ ആർക്കാന കാർഡാണ് എനിക്കിന്ന് കിട്ടിയത്. ദ സൺ കാർഡ് ആവട്ടെ, എംബ്രസ് കാർഡ് ആവട്ടെ, ഒരു ഇത് ഫുൾ കാർഡ് ആവട്ടെ. അപ്പം ഒരു മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. പുതിയൊരു ബിഗിനിങ്, പുതിയൊരു തുടക്കമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയൊരു തുടക്കം എന്നുള്ളതാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സഫലീകരണം. എനിക്ക് ഇന്ന് കിട്ടിയ കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്ന എനർജിയാണ് എനിക്കിന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ഒരു റീയൂണിയന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. കാരണം സ്വന്തം പേഴ്സൺ വിട്ടുപിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ആ ഒരു വേദനയുണ്ടല്ലോ, അത് അനുഭവിച്ചറിയുന്നവർക്കേ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരുപാട് പേരുടെ ഒരു വിഷമം ഒരു പേഴ്സണൽ റീഡിങ്ങിലൂടെയും ഞാൻ ഇവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് കൊതിക്കുന്നുണ്ട് ഒരു റീയൂണിയന് വേണ്ടിയിട്ട്. അത് ദൈവം കാണുന്നുണ്ട്, യൂണിവേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. ഇന്ന് എനിക്ക് എടുത്ത എനർജിയിൽ എല്ലാം വളരെ പോസിറ്റീവായിട്ടൊരു റീയൂണിയനായിട്ട് നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് ഒരു സഫലീകരണമാണ് ഇവിടെ കാണാൻ എനിക്ക് സാധിക്കുന്നത്. അപ്പോൾ അവർ എല്ലാം കാര്യങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് പഴയതുപോലെ കൊണ്ടുപോകാനായിട്ട് ഒരുപാട് കൊതിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ. അപ്പം ചെയ്ത ഒരു തെറ്റ്, എനിക്കിവിടെ എടുത്ത ഒറാക്കിൾ കാർഡ്സ് ആണെങ്കിലും ഒരു അവബോധം അവർക്ക് വന്നു എന്നുള്ളതാണ് ഇവിടെ. ഇതൊരു യൂണിവേഴ്സൽ മെസ്സേജ് വരുന്ന ഒരു കാർഡാണ്. ഒരു യൂണിവേഴ്സൽ മെസ്സേജ് ആണിത്, ഒരു അവബോധം. ടുഗദർ ഇൻ ദ ലൈറ്റ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ തെറ്റാണ് ഇത്രയും നാൾ അവർ ചിന്തിച്ച് വെച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സ്വയം തെറ്റ് തിരുത്തി അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ടുഗദർ ഇൻ ദ ലൈറ്റ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ തെറ്റല്ല, സ്വന്തം തെറ്റ് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വരാനാണ് ഇവരിപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഒരു അവെയർനെസ്, ഒരു നല്ല അവബോധം എന്നുള്ളതാണ് ഈ ഒരു കാർഡും എനിക്ക് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് എനിക്കിവിടെ ഇപ്പോൾ കുറച്ച് 5 ഓഫ് വാൺസ്, കുറച്ച് പ്രശ്നങ്ങളും കൂടെ അവർക്കുണ്ട്. ആ ഒരു പ്രശ്നത്തിൽ നിന്ന് അവർക്ക് മറികടന്ന് ഇതിൽ ശക്തമായിട്ട് ഓടി തിരിച്ച് വരണം. അപ്പം 5 ഓഫ് വാൺസിലൂടെ പറയുന്നത് ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അവർക്ക്
സ്റ്റാർ ഹോപ്പുണ്ട്, പ്രതീക്ഷയുണ്ട്. അവർക്ക് തിരിച്ച് വരാം എന്നുള്ള, അവർക്ക് പഴയതെല്ലാം തിരിച്ച് പിടിക്കാം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ചില തടസ്സങ്ങളും കൂടെ കാണുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു തടസ്സമായിരിക്കാം. അതിൽ നിന്ന് മറികടന്ന് വരാനാണ് അവർ, എത്രയും പെട്ടെന്ന് ഓടി വരാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. പ്രതീക്ഷയുണ്ട് അവർക്ക് നിങ്ങളിലേക്ക്. നൈറ്റ് ഓഫ് കപ്സ്, തീർച്ചയായും അവർ നിങ്ങളിലോട്ട് വരും. ഒരു റീയൂണിയൻ ഉണ്ടാകും. ബോട്ടമായിട്ട് എനിക്ക് കിട്ടിയത് 9 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. എല്ലാം ഇന്ന് കിട്ടിയേക്കുന്ന ഒരു സഫലീകരണത്തിൻ്റെ ഒരു കാർഡായിട്ടാണ് കിട്ടിയേക്കുന്ന. ഒരു അവബോധം വന്നു എന്നുള്ളതും സ്വന്തം തെറ്റുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ്. ഏഞ്ചൽസ് കാർഡ് നോക്കുമ്പോഴും എനിക്ക് കിട്ടുന്നത് റീകൺസിഡർ എന്നാണ്. അവർ നിങ്ങളെ വീണ്ടും റീകൺസിഡർ ചെയ്യാനായിട്ടാണ് നിൽക്കുന്നത്. പക്ഷേ നോട്ട് ദ റൈറ്റ് ടൈം എന്നും എനിക്കിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചുകൂടെ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക. അവരെന്തായാലും മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇവിടെയും എനിക്ക് ചില തടസ്സങ്ങൾ കണ്ടിരുന്നു. ഈ ഒരു ടാരോ ട്രേഡിങ്ങിലൂടെയും ചില തടസ്സങ്ങൾ എനിക്ക് കണ്ടിരുന്നു. അപ്പോൾ ഏഞ്ചൽസ് കാർഡും പറയുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ കാത്തിരിക്കണം. എന്തായാലും ഇത്രയും നിങ്ങൾ കാത്തിരുന്നില്ലേ, അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നോട്ട് ദ റൈറ്റ് ടൈം. പക്ഷേ നോ നീഡ് ടു വറി, വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കും. കുറച്ചുകൂടെ നിങ്ങൾ ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ കാർഡ്സ് എല്ലാം വളരെ പോസിറ്റീവാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ്. ഒരു കുടുംബം ഛിന്ന ഭിന്നമാകുന്നതിൻ്റെ വേദന അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ. അപ്പോൾ അത് തീർച്ചയായും സ്വന്തം ഒരു പേഴ്സണെ, സ്വന്തം ഭർത്താവിനെ ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ അത് തിരിച്ചു വരണേന്നായിരിക്കാം പലരും ആഗ്രഹിക്കുന്നത്. കാരണം കൊടുത്ത സ്നേഹത്തിൻ്റെ മൂല്യം എന്താണെന്ന് നമുക്കേ അറിയത്തുള്ളൂ, അല്ലേ? അത് നമ്മൾ പരിശുദ്ധമായിട്ടായിരിക്കാം ആ ഒരു സ്നേഹം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് വിഷമിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം എല്ലാവർക്കും ഒരു ആശ്വാസമായിട്ടാണ് എനിക്ക് ഇന്നത്തെ ഒരു റീഡിങ് കിട്ടിയേക്കുന്നത്. ഒരു എനർജി എനിക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത്. തീർച്ചയായും ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഒരു റിയൂണിയൻ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരട്ടെ. ചിലപ്പോൾ ഇതിനോടകം വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങളിലേക്ക് വരട്ടെ എന്നും എത്രയും പെട്ടെന്ന് അത് ഉണ്ടാവട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു പോസിറ്റിവിറ്റി ഇത് നിങ്ങളിലേക്ക് വരട്ടെ. തീർച്ചയായും എൻ്റെ പോസിറ്റിവിറ്റി എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവട്ടെ. നിങ്ങളിലേക്ക് ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, താങ്ക് യു.